ഈ ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 1/√(x² + 2x + 2 dx. ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ax² + bx + c, ax² + bx + c. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാറ്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ തന്നെ ഞാൻ ഈ ഫ്ലോയിൽ തന്നെ പോവുകയാണ്. ഇതിനെങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b² അല്ലെങ്കിൽ a-b² ഫോമിലോട്ട് ആക്കുക. അതാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കൽ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 എഴുതി, റൂട്ട് എഴുതി. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ a+b² അല്ലെങ്കിൽ a-b² ആക്കി എഴുതലാണ് മേക്കിംഗ് പെർഫെക്റ്റ് സ്ക്വയർ. അതിനാദ്യം ചെയ്യേണ്ടത് x² വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ. ഇത് x² വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ x എഴുതാം, പ്ലസ് x എഴുതാം. ആദ്യം തന്നെ x എഴുതാം, സൈൻ എഴുതാൻ വരട്ടെ. x² വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താം. ആദ്യം തന്നെ x എഴുതാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോട്ട് ചെയ്യുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് +2 ആണ്. സൈൻ ഉൾപ്പെടെ പറയണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് +2 ആണ്. അതിൻ്റെ ഹാഫ് എടുക്കുക. +2ൻ്റെ ഹാഫ് +1 ആണ്. ഹോൾ സ്ക്വയർ ഇടുക. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഏകദേശം ഇതേപോലെ വരും. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണത്? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. x² വെച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ x എഴുതുക, എന്നിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സൈൻ ഉൾപ്പെടെ വായിക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് +2 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫ് എടുക്കുക. എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് +2 ആണ്, ഹാഫ് എടുക്കുക. +2ൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ +1 ആണ്. എന്നിട്ട് ഹോൾ സ്ക്വയർ ഇട്ട് നോക്കിയേ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഏകദേശം ഇതേപോലെ വരും. ആദ്യത്തെ 2 ടേം ശരിയായിരിക്കും, ഓർത്ത് വെച്ചോ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x² + 2x വരെ ശരിയായിരിക്കും. ഇത് അവസാനിക്കുന്നത് 1-ലാണല്ലേ? 1² അവസാനിക്കുക. 1², അതായത് 1-ലാണ് ഇത് അവസാനിക്കുക. പക്ഷെ നമുക്ക് +2 വേണം, +2 അവസാനിക്കണം. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യത്തെ 2 ടേം ശരിയായിരിക്കും. നമ്മളത് ചെക്ക് ചെയ്ത് സമയം കളയണ്ട. അവസാനത്തെ ടേമിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ലാസ്റ്റ് വരുന്ന ആൾ 1², അതായത് 1 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 2 ആണ്. അപ്പോൾ 1² 1 ആണ്. അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടുമല്ലോ. അപ്പോൾ അവസാനത്തെ ടേം മാത്രം ഒന്ന് ശരിയാക്കി എടുക്കുക. ബാക്കിയുള്ള ടേം ഫസ്റ്റും സെക്കൻഡും ശരിയായിരിക്കും. നമ്മളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1² 1-ൽ അവസാനിച്ചു. ഒരു 1 കൂടി എഴുതി ചേർത്താൽ 2 കിട്ടും. ഈ 1-നെ ഞാൻ 1² ആക്കിക്കോട്ടെ. ഈ സ്റ്റെപ്പിൽ തന്നെ ഈ 1-നെ ഞാൻ 1² എഴുതാണ്. ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാണ്. dx. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ നമുക്ക് സം ഓർ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. ഇതേപോലെ ആക്കലാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ആക്കിയാൽ നമുക്ക് സ്പെഷ്യൽ ഇൻ്റഗ്രൽ, നമ്മൾ പഠിച്ച സ്പെഷ്യൽ ഇൻ്റഗ്രലായിട്ട് കമ്പയർ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഏത് ഫോമിലാണെന്ന് അറിയാമോ? ഈ ഇൻ്റഗ്രേഷൻ ഏത് ഫോമിലാണ്? ഈ ഇൻ്റഗ്രേഷൻ അവിടെ എഴുതി കാണിച്ചു തരാം. 1/√(x² + a². ഈ ഫോമിലുള്ള ഇൻ്റഗ്രേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? നോക്കിയേ. എക്സിന് പകരം x+1 വന്നെന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ലാന്ന് നമുക്കറിയാം. എക്സിന് പകരം ax + b വന്നാലും സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് വരുന്നതിന് പകരം x+1 വന്നു, എ വരുന്നതിന് പകരം 1 വന്നു. ഈ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? log x + √(x² + a². ഇതാണ് ഫോർമുല. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം,
തെറ്റിക്കാതിരിക്കാൻ വേണ്ടി എക്സിൻ്റെ സ്ഥാനത്ത് x+1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോഴേ എക്സ് കാണുന്നിടത്തെല്ലാം x+1 എഴുതേണ്ടി വരും. കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എക്സ് വരേണ്ടതിന് പകരം x+1 വന്നു. അപ്പോൾ ഈ ഫോർമുലയിൽ എക്സ് വരുന്നിടത്തൊക്കെ x+1 എഴുതേണ്ടി വരും. a² പകരം 1² ആണ്. a² പകരം 1² അഥവാ എക്ക് പകരം 1. ഇങ്ങനെ എഴുതിയാലും മതി. a² പകരം 1². ഈ രണ്ട് കാര്യങ്ങളും ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ ഫോർമുലയില്ലേ ഇതിലങ്ങോട്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ലോഗ് എക്സ് അല്ലേ, എക്സിന് പകരം x+1 എഴുതണം എന്നല്ലേ പറഞ്ഞേ, പ്ലസ് പിന്നെ റൂട്ടല്ലേ വന്നിരിക്കുന്നത്, പിന്നെ x² ആണ്. x² എന്ന് പറയുമ്പോൾ x+1² ആവും. പിന്നെ a² ആണ്. a² എന്ന് പറയുമ്പോൾ 1² ആവും. ഇവിടെ എക്സിന് പകരം x+1 വന്നു, അത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സിന് പകരം ax+b വന്നാലും അല്ലെങ്കിൽ ax വന്നാലും കുഴപ്പമില്ല. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സിന് എന്തെങ്കിലും കോഎഫിഷ്യൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 2x എന്നായിരുന്നെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3x ആയിരുന്നെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. 1x എന്നാണ്, 1x. ഇപ്പോൾ ഡിവൈഡ് ബൈ 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി എഴുതാം. ലോഗ് മോഡുലസ് x+1 പ്ലസ് റൂട്ട് ഓഫ്. ആ റൂട്ടിനകത്തുള്ള ടേം ഒന്ന് നോക്കിയേ. റൂട്ടിനകത്തുള്ള ടേം x+1² പ്ലസ് 1² അല്ലേ. x+1² പ്ലസ് 1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? x+1² പ്ലസ് 1² x² പ്ലസ് 2x+2 ആയിരുന്നത്. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് കിട്ടിയതാണ് ഈ എക്സ്പ്രഷൻ. അപ്പോൾ x+1² പ്ലസ് 1² പഴയ പോലെ എഴുതാം. x² പ്ലസ് 2x+2 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ആൻസർ. ഓക്കെ.